ഗുഡ് മോർണിംഗ് എവരിബഡി. റഷീദ് അലി മാസ്റ്റർ മഞ്ചേരിയാണ്. നമ്മുടെ കൂടെ ഈ ബിസിനസ്സിൽ അസോസിയേറ്റഡായ അപ്പെക്സ് ടോക്കണിൽ അസോസിയേറ്റഡായ ഏതാനും ചില വ്യക്തികൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന വരുമാനത്തെ നമുക്കിവിടെ നിന്ന് കാണാം. ഞാനിവിടെ ഒരാളെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് അദ്ദേഹത്തിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഒരാളെ യൂസർ ഐ ഡി ഞാൻ അടിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പാസ്വേഡും വെച്ച് ഞാനിവിടെ സൈറ്റ് ഓപ്പൺ ചെയ്യാണ്. ഞാൻ ആ വ്യക്തിയുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് സൈറ്റ് ഓപ്പൺ ചെയ്തു. ഉണ്ടോ? അത് കാണാൻ പാടാം. കറണ്ട് ബാലൻസ് കണ്ടില്ലേ? 47 USDT. എത്ര? 47 USDT അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം 8/11 നമ്മളെ കൂടെ ജോയിൻ ചെയ്ത വ്യക്തിയാണ്. 8/11 ജോയിൻ ചെയ്തു. 9/11 അദ്ദേഹം ആക്ടിവേഷൻ ചെയ്തു. അദ്ദേഹം ഈ ബിസിനസ്സിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട്, ഒരാഴ്ച കൊണ്ട് അദ്ദേഹം നേടിയ വരുമാനമാണ് $47. നിങ്ങൾ മനസ്സിലാക്കുക, $47 എന്ന് പറഞ്ഞാൽ 47 × 9 എത്ര രൂപയാണ് നമുക്ക് നോക്കാം അല്ലേ? 47 × 9 47 × 90 ഉണ്ടോ? 4230 രൂപ അദ്ദേഹം വാങ്ങിച്ചു. നമ്മൾ മനസ്സിലാക്കുക ഈ ബിസിനസ്സിൻ്റെ ഒരു പവർ. എങ്ങനെ അദ്ദേഹം ഈ കുറഞ്ഞ ദിവസം കൊണ്ട് 4230 വാങ്ങിച്ചത്? അദ്ദേഹം വെറും 9000 മുടക്കി വന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അദ്ദേഹത്തിൻ്റെ പകുതി ക്യാഷ് ഒരാഴ്ച കൊണ്ട് കിട്ടി. അദ്ദേഹം 9000 മുടക്കിയത്, പകുതി ക്യാഷ് അദ്ദേഹത്തിന് ഒരാഴ്ച കൊണ്ട് കിട്ടി. നോക്കിയേ, $47 എന്ന് പറഞ്ഞാൽ 47 × 90 ഞാൻ പറഞ്ഞു, 4230. എന്താ കാരണം അദ്ദേഹത്തിന് കിട്ടാൻ കാരണം? അദ്ദേഹം 2 പേരെ ഡയറക്റ്റായിട്ട് ഈ ബിസിനസ്സിലേക്ക് റെഫർ ചെയ്തു. 2 പേരെ അദ്ദേഹം ഡയറക്റ്റായിട്ട് ഈ ബിസിനസ്സിലേക്ക് റെഫർ ചെയ്തപ്പോൾ ഒരു റെഫറിന് അദ്ദേഹത്തിന് $10 കിട്ടി. $10 മീൻസ് 900 രൂപ കിട്ടി. മറ്റൊരാൾ അദ്ദേഹം ഡയറക്റ്റ് റെഫർ ചെയ്തപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തിന് $10, അതെങ്കിൽ 900 രൂപ കിട്ടി. പിന്നെ ഞാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സൈഡിൽ ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാവർക്കും ഞാനൊരു ഭാഗത്ത് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കൊടുക്കും ഒരു ഭാഗത്ത് സപ്പോർട്ട്. അങ്ങനെ എൻ്റെ സപ്പോർട്ട് കൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും കിട്ടി. ഒരു ബൈനറി മാച്ച് ചെയ്തപ്പോൾ ഒരു $10. വീണ്ടും അദ്ദേഹത്തിന് വീണ്ടും കിട്ടി $10. അതായത് 2 പേരെ അദ്ദേഹം റെഫർ ചെയ്തപ്പോൾ റെഫറൽ ഇൻകമായിട്ട് $20 കിട്ടി. $20 നിങ്ങൾ മനസ്സിലാക്കുക, 20 × 90 1800 രൂപ. ഞാൻ അദ്ദേഹത്തിനൊരു ഭാഗത്ത് സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അപ്പോഴും കിട്ടി 1800 രൂപ. മറ്റ് വരുമാനം അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 9000 ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ വന്ന വരുമാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും നമ്മൾ മറ്റുള്ളവരോട് ഈ ബിസിനസ് അവസരത്തെ പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ നമുക്ക് നല്ല വരുമാനം നേടാൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഞാനിവിടെ മറ്റൊരു വ്യക്തിൻ്റെ ഒരു സൈറ്റും കൂടി ഓപ്പൺ ചെയ്യാൻ പോവുക. നമുക്ക് കാണാം. ഞാൻ ഈ സൈറ്റിൽ നിന്ന് ലോഗൗട്ട് ചെയ്യുന്നു. ഈ സൈറ്റിൽ ലോഗൗട്ട് ചെയ്തു. ഞാൻ മറ്റൊരു ഐ ഡി ഓപ്പൺ ചെയ്യാൻ പോകുന്നു. നമുക്ക് മറ്റൊരു വ്യക്തിയെ കാണാം.
എന്താ മറ്റൊരു വ്യക്തി നമുക്ക് ഇവിടെ കാണാം. അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത് $11. അദ്ദേഹം നമ്മളെ കൂടെ ഈ ബിസിനസ്സിൽ വെറും 9,000 കൊടുത്ത് അസോസിയേറ്റഡ് ആയ വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നോക്കുക കേട്ടോ. എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന് 26 പേരെ ഇദ്ദേഹത്തിൻ്റെ ലെഫ്റ്റിൽ ഞാൻ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ടോട്ടൽ ലെഫ്റ്റ് കേട്ടോ 26 എൻട്രികൾ ഇദ്ദേഹത്തിന് താഴെ വന്നിട്ടുണ്ട്. ഇദ്ദേഹമാണെങ്കിൽ ആരെയും ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇദ്ദേഹം ഒരു $9,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം സൈലൻറ്റ് പാർട്ട്ണറാണ്. ശരിയോ? അപ്പോൾ ഒരാളിവിടെ 9,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മിണ്ടാതെ ഇരുന്നാലും അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതിനു വേണ്ടിയാണ് ഈ ഐഡിയ ഞാൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി നമുക്ക് മറ്റൊരു വ്യക്തിയെ നോക്കാം. ഞാൻ അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ നിന്ന് ലോഗൗട്ടായി കേട്ടോ. ഇനി മറ്റൊരു വ്യക്തി നമുക്ക് നോക്കാം. നമുക്ക് മറ്റൊരു വ്യക്തിയുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് അദ്ദേഹത്തിൻ്റെ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഞാനിവിടെ ഒരു യൂസർ ഐ ഡി ഓപ്പൺ ചെയ്തു. അദ്ദേഹത്തിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് സൈറ്റ് ഓപ്പൺ ചെയ്യാണ്. ഉണ്ടോ, യൂസർ ഐ ഡിയും പാസ്വേഡും നോക്കണ്ട. $37 അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. $37. എന്താ കാരണം? അദ്ദേഹം 3 ഐ ഡി 9,000 രൂപ വെച്ച് 3 ഐ ഡി ആക്ടിവേഷൻ ചെയ്തൊരു വ്യക്തിയാണ്. അതായത് 27,000 രൂപ വെച്ച് അദ്ദേഹം 3 ഐ ഡി ആക്ടിവേഷൻ ചെയ്തു. ട്രൈപോഡ് ആക്ടിവേഷൻ ചെയ്തു. കണ്ടോ, എല്ലാം ഇവിടെ നിന്ന് കാണാം. ഇദ്ദേഹത്തിന് റഫറൽ ഇൻകമായിട്ട് $20 കിട്ടി. ഇദ്ദേഹം ബിസിനസ്സിലേക്ക് ആരും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇദ്ദേഹം 3 ഐ ഡി വെച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 2 ഐ ഡിയിൽ നിന്നും ഇദ്ദേഹത്തിന് എന്ത് കിട്ടി? $10 കിട്ടി. $10 ഇദ്ദേഹത്തിൻ്റെ റഫറൽ തന്നെ. ഇദ്ദേഹത്തിൻ്റെ മെയിൻ ഐ ഡിയിൽ അദ്ദേഹത്തിൻ്റെ സ്പോൺസർക്ക് $10 പോയി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഐ ഡിയിൽ നിന്നും 3ാമത്തെ ഐ ഡിയിൽ നിന്നും ഇദ്ദേഹത്തിന് എന്ത് കിട്ടി? $10 റഫറൽ ഇൻകമായിട്ട് കിട്ടി. ഇദ്ദേഹത്തിന് ടോട്ടൽ ഇദ്ദേഹത്തിൻ്റെ ലെഫ്റ്റിൽ 37 ആളെ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹമാണെങ്കിൽ ബിസിനസ്സിലേക്ക് ഒരാളെയും കൊണ്ടുവന്നിട്ടില്ല. കണ്ടോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന എത്ര രൂപയും നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മിണ്ടാതിരുന്നാലും നമുക്കിവിടെ വരുമാനം കിട്ടും. അതാണ് ഇവിടെ കാണുന്നത്. $37 നിങ്ങൾ മനസ്സിലാക്കുക. 37 × 90 അല്ലേ? 37 × 90 എത്ര രൂപയായി? ഇദ്ദേഹം മുടക്കിയത് മൊത്തം 27,000 രൂപ. ഓക്കെ, ഇങ്ങനെ നിരവധി വ്യക്തിത്വങ്ങൾ നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്തവരുണ്ട്. ഓക്കെ, അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്. സൈലൻറ്റ് പാർട്ട്നേഴ്സും നമ്മളെ കൂടെ ഉണ്ട്. അത് നമുക്ക് തീരുമാനിക്കാം. നമ്മൾ ഈ ബിസിനസ്സിൽ അസോസിയേറ്റഡ് ആയിട്ട് മിണ്ടാതിരിക്കണോ അത് വർക്ക് ചെയ്യണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അത് നമ്മളെ തീരുമാനമാണ്. നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണമെങ്കിൽ മിണ്ടാതിരിക്കും ചെയ്യാം. എന്തായിരുന്നാലും നമുക്കിവിടെ വരുമാനം കിട്ടും. ഒരാളെ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവന്നില്ല എങ്കിലും വരുമാനം കിട്ടും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോഴേ ഈ സ്ക്രീൻ വീഡിയോ ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും ഇതിൽ നമ്മളെ കൂടെ അസോസിയേറ്റ് ആയ ആളുകളിൽ ആക്ടിവേഷൻ ചെയ്യാത്തവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് ഇന്ന് കഴിയുമെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ നാളെ കഴിയുമെങ്കിൽ നാളെ, വളരെ പെട്ടെന്ന് നിങ്ങൾ അസോസിയേറ്റഡ് ആവുക. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾ സൈറ്റ് ആക്ടിവേഷൻ ചെയ്യുക. നിങ്ങൾ ഡെയിലി വരുമാനം നേടുക. ആളുകളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിലും വരുമാനം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ
നിങ്ങൾ വ്യക്തികളെ ഈ ബിസിനസ്സിലേക്ക്, ആളുകളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ഒരു റഫറലിന് ഒരു റഫറലിന് $10 കിട്ടും. അതായത് 900 രൂപ കിട്ടും. അത് എപ്പോഴാണ് നമുക്ക് മാച്ച് ചെയ്യുന്നത് അപ്പം 900 കിട്ടും എന്ന് തിരിച്ചറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വോയിസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഇന്ത്യ, ജയ് അപെക്സ്.